എൻ്റെ പിതാവ് പണ്ട് പറയായിരുന്നു, ടി വി നോക്കിയിട്ട്, ഇവന്മാരൊക്കെ എന്തങ്ങനെ, ഞങ്ങളൊക്കെ എത്ര ദിവസമാണ് ഈ വെയിലത്ത് ഇരിക്കാറ്, ഇത് വെയിൽ വരുമ്പോഴേക്കും ഇവരെണീറ്റ് പോകും. അപ്പം ഇതാണ് ശരിക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പം ഈ പാർട്ടിയിൽ തന്നെ എത്ര വനിതകൾക്ക് കൊടുത്തു? ആകെ രമ്യ ഹരിദാസ് അവർ MP ആയതുകൊണ്ട് കൊടുത്തു. ഇവിടെയാണെങ്കിൽ നല്ല പഠിപ്പുള്ള, ഞാൻ ശ്രീമതി സരസ്വതിൻ്റെയും ഇവരുടെയും എല്ലാം എഡ്യൂക്കേഷൻ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. 5 വനിതകളെയാണ് ഇവർ രംഗത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ബഹുമാനം കൊടുക്കുന്ന ഒരു പാർട്ടിയിൽ വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന്. അതെ, വളരെ സന്തോഷമാണ്. അവിടുത്തെ ചവിട്ടും കുത്തും കൊള്ളണ്ട, അപമാനം സഹിക്കേണ്ട, സമാധാനമായിട്ടൊരു ജീവിതമാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ, ഞാൻ തൃശ്ശൂരുകാരിയാണ്, ഇവിടെ എല്ലാവരും ചോദിക്കും താമര വിരിയോ 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 എന്ന്. എന്തത്ര സംശയം, ആദ്യത്തെ താമര വിരിയണത് തൃശ്ശൂരായിരിക്കും. അതെനിക്ക് വ്യക്തമായിട്ട് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ എത്രയോ കാലത്തെ ബന്ധമുണ്ട്. ഏറ്റവും ശുദ്ധനായ ഒരു മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ അത് സുരേഷ് ഗോപി ആയിരിക്കും. കാരണം എന്ത് രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിലും ആ ഒരു സ്നേഹം, സഹോദര സ്നേഹം ഉള്ളിൽ വെച്ചിട്ടുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശുദ്ധനായിട്ടുള്ള മനുഷ്യൻ. കാരണം നമ്മളൊക്കെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചിട്ടല്ലേ പെരുമാറുള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെയൊന്നും അറിയില്ല. അദ്ദേഹം പറയാനുള്ള പറയും, 5 മിനിറ്റ് കൊണ്ട് പിണക്കം തീരും. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് സങ്കടം പറയും. അങ്ങനെ ഒരു വ്യക്തിക്ക് പാവങ്ങളുടെ സങ്കടം കാണാൻ പറ്റുള്ളൂ. അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് പോലും പരാതിയുണ്ട് പൈസയും കൊണ്ട് പുറത്തേക്ക് വിടരുതെന്ന്. കാരണം വഴിക്ക് ആരെങ്കിലും പരാതി പറഞ്ഞാൽ ആ പൈസ അവിടെ കൊടുത്തിട്ട് പോരും, പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇറക്കേണ്ടി വരുന്നു. അപ്പം ആ രീതിയിൽ പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ കൂടുതലും സുരേഷ് ഗോപിനെ പറ്റി പറഞ്ഞത്, എനിക്ക് സുരേഷുമായിട്ടാണ് ഈ 5 പേരിലും കൂടുതൽ ബന്ധമുള്ളത്. അതുകൊണ്ടാണ്. ബാക്കി എല്ലാവരും പഠിപ്പുള്ളവരാണ്. ഇപ്പോൾ ഇവിടുത്തെ കാൻഡിഡേറ്റ്, മുമ്പത്തെ കാൻഡിഡേറ്റ്, ഞാൻ ചോദിക്കട്ടെ, വെറുതെ പാട്ട് പാടിയോണ്ട് വയറ് നിറയോ? അല്ലെങ്കിൽ ജനങ്ങളുടെ വികസനം നോക്കാൻ പറയും. എന്തെങ്കിലും ഒരു എതിർപ്പ് വന്നാൽ ഒരു പാട്ടങ്ങ് പാടും. പക്ഷേ ഞാൻ ഈ 5 കൊല്ലമായിട്ട് 1-2 പാട്ടേ കേട്ടിട്ടുള്ളൂ കേട്ടോ. അതെന്നെങ്ങനെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ബോറടിക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാറ്റി ചിന്തിക്കണം. ഇത്രയും അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ശ്രീമതി സരസ്വതിനെ നിങ്ങൾ വിജയിപ്പിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ട്. കാരണം പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചാൽ അപ്പോൾ പ്രധാനമന്ത്രി മറക്കില്ല, ജനങ്ങൾ മറക്കില്ല. അപ്പോൾ അവർക്ക് അവിടെ പോയി എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കോൺഗ്രസ്സിൽ നിന്ന് ആരെങ്കിലും ജയിച്ചാൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഒരു കോൺഗ്രസ് MP പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഡൽഹിയിൽ? ഓ ചേച്ചി, പട്ടി ചന്തയ്ക്ക് പോയ മാതിരി ഞങ്ങൾ പോരും വരുന്നു. അതായത് ഒന്നും കിട്ടാനില്ലേ, ജനങ്ങളെ സഹായിക്കാൻ പറ്റണ്ടേ? ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്താ കാര്യം? ആകെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു പാർട്ടീനെയും വെച്ച് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ വരിക. അപ്പോൾ നമ്മൾ ശരിക്കും ശക്തമായിട്ട് രംഗത്തിറങ്ങിയാൽ ഇതിൻ്റെ ഗുണം സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണത് BJP ആണ്. നിങ്ങളാരും വിചാരിക്കണ്ട 10 കൊല്ലം കഴിഞ്ഞിട്ട് BJP വരുന്നൊന്നും വിചാരിക്കണ്ട. എൻ്റെ പിതാവിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് അനുസരിച്ച് വെറും 5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലത്തിനുള്ളിൽ വേണമെങ്കിൽ വരാം. രാഷ്ട്രീയം ഇന്നത്തെ അല്ല നാളെ ഉണ്ടാവുക. കാരണം ഒരു ദിവസം കൊണ്ട് രാഷ്ട്രീയം മറിഞ്ഞു കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. കാരണം അച്ഛൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒറ്റ കാണില്ല. അപ്പം ഞാൻ അടുത്തിരുന്ന് അമ്മോട് ചോദിക്കും, അച്ഛൻ എവിടെ പോയി അമ്മ, അച്ഛനോട്? അതിപ്പോൾ നാളെ പേപ്പറിൽ നോക്കുമ്പോൾ കാണാം 5-6 MLA ഇങ്ങോട്ട് ചാടി ഉണ്ടാവുന്നു. അപ്പം ആ വിധത്തിൽ ഒരു രാത്രി കൊണ്ട് രാഷ്ട്രീയം മാറ്റാൻ പറ്റും. അതാണ് നിങ്ങൾ വിചാരിക്കണ മാതിരി. നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട BJP ഈ ഇലക്ഷനിൽ തന്നെ നമുക്കറിയാം എത്ര വോട്ട് കിട്ടും എന്നുള്ളത് നന്നായിട്ട്. കാരണം വളരെയധികം വോട്ട് ഷെയർ നമുക്ക് കൂടിയിട്ടുണ്ട് ഇതിൽ. ഇപ്പം എല്ലാവരും എന്നെ സ്ഥിരം, ഞാൻ കമൻസ് നോക്കാറില്ല കേട്ടോ. കാരണം കമൻസ് വായിച്ചാൽ നമ്മുടെ അച്ഛനും അമ്മമാർ വരെ എണീറ്റ് നിന്ന് കുഴിയിൽ നിന്ന് അടിക്കും. ആ രീതിയിലാണ് പറയുന്നത്. വേറെ ആരുമല്ല, കോൺഗ്രസ് തന്നെയാണെന്ന് എനിക്കറിയാം. സംഘി, ചാണകം എന്നൊക്കെ വിളിക്കുക. അപ്പം എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, ഈ ചാണകം എന്ന് പറയുന്നത് ഏറ്റവും പൂജ്യമായിട്ടുള്ളൊരു വസ്തുവാണ്. കാരണം ഈ പറയുന്ന ആളുകളുടെ അച്ഛനും അപ്പൂപ്പന്മാരും ചാണകം മെഴുകിയ തറയിലല്ലേ കിടന്നിരുന്നത് പണ്ടത്തെ കാലത്ത്. അമ്പലത്തിലെ പൂജയ്ക്ക് 5 ഗവ്യങ്ങളിൽ 5 എണ്ണം പശുവിൻ്റെ ചാണകം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് കഴിഞ്ഞിട്ട് ചാണകത്തിനെ കുറ്റം പറയാം.
അപ്പോൾ ഞാൻ പറയും, ചാണകത്തിനെ പോലും റെസ്പെക്റ്റോട് കാണുന്ന അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസികളെ മനസ്സിലെ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, പറയുന്നതോടും നമ്മുടെ പ്രാധാന്യം കൂടി കൂടി വരികയാണ്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ വരണം. അത്ഭുതങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ കേരളം രക്ഷപ്പെടുകയുള്ളൂ. ഈ വർഗീയവാദി എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഈ അബ്ദുൽ സലാം എന്താ ജാതി, അനിൽ ആൻ്റണി എന്താണ്, അങ്ങനെ ഇതെല്ലാം പറയുന്ന ഇവരുടെ പല സഖ്യകക്ഷികളെ എടുത്തു നോക്കാൻ മതി കോൺഗ്രസിൻ്റെ, അപ്പം അറിയാം ഏതാണ് വർഗീയത എന്ന്. ഇതൊന്നും പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയുക. നമ്മൾ എല്ലാവരുടെ അടുത്തും നമുക്ക് ആരും വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളമാരി ജീവിച്ച കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം കൂടെ കിടന്നവനെ രാപ്പനി അറിയുള്ളൂ. എനിക്ക് നല്ലോണം അറിയാം അവരുടെ സ്വഭാവം. അപ്പോൾ ഇവരാണെങ്കിൽ ഇപ്പോൾ അനിൽ ആൻ്റണിയാണ് അവർ പിടിച്ചിട്ടുള്ളത്. അനിൽ ആൻ്റണി പാവം അമേരിക്കയിലൊക്കെ പഠിച്ച് ഡൽഹിയിൽ ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല ആളെ. ഇനി അടുത്ത് തന്നെയായിരിക്കും. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തോളാം കേട്ടോ, എനിക്ക് പേടിയൊന്നുമില്ല. ഇവരിങ്ങനെ ഞങ്ങളെയാണ്, അതായത് കോൺഗ്രസ്സിൽ നിന്ന് വന്ന ആളുകളെ മാനസികമായിട്ട് തകർക്കുക. അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.